ചരിത്രം മറക്കരുത് എപ്പിസോഡ് 3. ഹോ, എന്തൊരു ചൂടാണ്. കടുത്ത വേനലല്ലേ. പകലൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. രാത്രിയായാൽ വീടിനകത്തും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. വേനൽ മഴയാണെങ്കിൽ കാര്യമായിട്ടൊട്ട് പെയ്യൊന്നുമില്ല. ഫാനും AC ഒക്കെയാണ് ആകെയുള്ള ആശ്വാസം. പരീക്ഷാ കാലത്ത് പിള്ളേരൊക്കെ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിരുന്നാണ് പഠിത്തം. ഡാമിലൊക്കെ ആണെങ്കിൽ വെള്ളമുള്ളത് കൊണ്ട് കറണ്ടിന് എന്തായാലും കുഴപ്പമില്ല. എന്താ, ശരിയല്ലേ? ശരിയല്ല. കറണ്ട് ഉണ്ടാക്കാനും അതിങ്ങനെ ഇടതടവില്ലാതെ കിട്ടാനും ഡാമുകളിൽ വെള്ളമുണ്ടായാൽ മാത്രം പോരല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2016 മുമ്പ് കേരളത്തിലെ ഡാമുകളിൽ ഇതുപോലെയൊക്കെ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ രാത്രി സമയങ്ങളിൽ പല സമയത്തും നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, കറണ്ട് കട്ടുകൊണ്ട് തന്നെ. ലോഡ് ഷെഡിംഗ് എന്നും പവർ കട്ട് എന്നുമൊക്കെ പല പേരിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമുക്കിടയിലുണ്ടായിരുന്ന വൈദ്യുതി നിയന്ത്രണം ഇന്നില്ല. 6-7 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആ വാക്കുകൾ പോലും മറന്നുപോയി കാണും. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഇതുവരെ കറണ്ട് കട്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നേനെ പുകിൽ. നിങ്ങൾക്കറിയാമോ, ഡാമിൽ വെള്ളമുള്ളത് കൊണ്ട് മാത്രമല്ല കറണ്ട് കട്ടില്ലാത്തത്. UDF കേരളം ഭരിച്ചിരുന്ന കാലത്ത് 88 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് 655 മെഗാവാട്ടാണ് ഉൽപാദനം. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മൂലമറ്റത്തെ പവർ ഹൗസിലൊക്കെ ഒരു കാലത്ത് ജനറേറ്റർ കേടാകൽ പതിവായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നമുക്ക് കേൾക്കാൻ കഴിയില്ല. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് സാധിച്ചു. കേരളത്തിലെ അവസാനത്തെ UDF സർക്കാർ അധികാരം വിട്ടിറങ്ങിയ 2016 മെയ് മാസത്തിൽ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതോൽപാദനം 13.42 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ആദ്യ പിണറായി വിജയൻ സർക്കാർ 5 വർഷം പൂർത്തിയാക്കിയ 2021 മെയ് മാസത്തിൽ അത് 25.12 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. 5 വർഷം കൊണ്ട് ഉൽപാദനം ഇരട്ടിയായി. വെള്ളത്തൂവലിലും പെരുന്തേനരുവിയിലും കക്കയത്തുമെല്ലാം പുതിയ മിനി ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങിയത് MM മണി വൈദ്യുത മന്ത്രിയായിരുന്ന കാലത്താണ്. സൗരോർജ്ജ പദ്ധതികളിലൂടെ മാത്രം 5 വർഷം കൊണ്ട് 284 മെഗാവാട്ട് വൈദ്യുതി കേരളം അധികമായി ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാകാത്തതും നമുക്ക് അധികമായി ആവശ്യമുള്ളതുമായ വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിച്ചു. അങ്ങനെ കൃത്യമായ മാനേജ്മെന്റിലൂടെയാണ് കഴിഞ്ഞ 8 വർഷമായി പവർ കട്ടില്ലാത്ത കേരളത്തെ ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. പറയാനാണെങ്കിൽ ഏറെ പറയേണ്ടി വരും. കണക്കുകളൊക്കെ പബ്ലിക് ഡൊമൈനിൽ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും രാത്രിയിലെ ചൂടെടുത്തുള്ള പരക്കം പാച്ചിലും ഒക്കെ മറന്നോളൂ. പക്ഷേ ചരിത്രം മറക്കരുത്, അത് മറക്കാനുള്ളതല്ല.